അവകാശത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കര ഘോരം പ്രസംഗിക്കാറുണ്ട്. ഇതെൻ്റെ അവകാശമാണ്. അവകാശത്തെക്കുറിച്ച് പറയണത് വിപ്ലവമാണ് എന്നാണ് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അവകാശത്തെക്കുറിച്ച് പറയണത് വിപ്ലവത്തെക്കാളും ഉപരിയായിട്ട് അത് ഒരു അടുപ്പമാണ് സൂക്ഷിക്കുന്നത്. നമ്മൾ ഈ അവകാശത്തെക്കുറിച്ച് ആരോടാണോ പറയണത് ആ കാര്യങ്ങളോട്, ഇടവകയോടായിരിക്കാം, നമ്മളുടെ സഭയോട്, നമ്മുടെ രാജ്യത്തോട്, നമ്മുടെ അപ്പനോട്, നമ്മുടെ അമ്മയോട്, നമ്മൾ അവകാശത്തെക്കുറിച്ച് സംസാരിക്കണ ആരോടൊക്കെ ആയാലും അവരോടൊക്കെ നമുക്കുള്ള അടുപ്പമാണ് ഈ വർത്തമാനം പോലും കാണിക്കേണ്ടത്. ശരിക്കും അത് വിപ്ലവമായിട്ടല്ല ശരിക്കും അവതരിപ്പിക്കേണ്ടത്. വചനം പറയുന്നു, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. അവകാശത്തെക്കുറിച്ച് നമുക്ക് പറയാം. അവകാശം അടുപ്പമാണ് തരുന്നത് എന്നുള്ള ബോധത്തോടു കൂടി അവകാശത്തെക്കുറിച്ച് പറയാം. ദൈവത്തിൽ നമുക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. അവകാശത്തോടെ ദൈവത്തോട് സംസാരിക്കാം. പ്രാർത്ഥനകൾ അവകാശമായിട്ട് മാറട്ടെ. അവകാശമായിട്ട് അത് നമ്മുടെ അടുപ്പ കൂടുതലുകൾ നമുക്ക് അനുഭവവേദ്യമാക്കുകയും ചെയ്യട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.